नमः परमर्षिभ्यो नमः परमर्षिभ्यः। हरिः ओम्। उपासकानां यदुपासनीयम् उपात्तवासं वटशाखिमूले तद्धाम दाक्षिण्यजुषा स्वमूर्त्या जागर्तु चित्ते मम बोधरूपम् अद्राक्षम् अक्षीणदयानिधानम् आचार्यमाद्यं वटमूलभागे मौनेन मन्दस्मितभूषितेन महर्षिलोकस्य तमोनुदन्तम् विद्राविताशेषतमोगणेन मुद्राविशेषेण मुहुर्मुनीनां निरस्यमायां दयया विधत्ते देवो महान् तत्त्वमसीति बोधं ममाद्यदेवो वटमूलवासी कृपाविशेषात् कृतसन्निधानः ओंकाररूपाम् उपदिश्य विद्याम् आविद्यगध्वान्तमपाकरोतु अन्तर्यस्य बहिर्विधूततिमिरं ज्योतिर्मयं शाश्वतं स्थानं प्राप्य विराजते विनमताम् अज्ञानमुन्मूलयन् पश्यन् विश्वमपीदमुल्लसति यो विश्वस्य पारे परः तस्मै श्रीरमणाय लोकगुरवे शोकस्य हन्त्रे नमः। देहं मृण्मयवज्जडात्मकम् अहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनं सोहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं योऽन्तः प्रविश्य मम वाचम् इमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांशहस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। नमो ब्रह्मादिभ्यो ब्रह्मविद्यासम्प्रदायकर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितप्रज्ञानघनप्रत्यगर्थो ब्रह्मैवाहमस्मि। ഇന്നലെ 14ാമത്തെ മന്ത്രം വളരെ മുഖ്യമായ മന്ത്രം, വളരെ പ്രസിദ്ധമായ മന്ത്രം.
അതൊന്ന് ആവർത്തിച്ചു. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗംബധസ്തത് കവയോ വദന്തി. ഉത്തിഷ്ഠത എന്ന് പറയുമ്പോൾ എഴുന്നേക്കൂ. ജാഗ്രത, ജാഗ്രത സമയം. അധ്യാത്മമായ ഒരു ജീവിതത്തിനെ വരിക്കുന്നതാണ് ഉത്തിഷ്ഠത. അത് പലരും ചെയ്തിരിക്കുന്നു. ജാഗ്രത എന്ന് പറയുന്നത് ഇനി ജീവിതത്തിനുള്ള സന്ദേശമാണ്. ജീവിതം എന്ന് വെച്ചാൽ എന്താണ് വെച്ചാൽ ഇപ്പോൾ ആണ് ജീവിതം. ഇവിടെ ആണ് ജീവിതം. നമ്മൾ ജീവിക്കണത് ഇപ്പോഴാണ്. കഴിഞ്ഞ ക്ഷണം മരിച്ചുപോയി. വരാൻ പോകുന്ന ക്ഷണം ഭാവന മാത്രമാണ്. ഈ ആശയമൊക്കെ ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ് പല വിധത്തിലും. ലോകം മുഴുവനും പവർ ഓഫ് ദ നൗ എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ്. ഭഗവാൻ ഇതൊക്കെ ഉള്ളത് 40 പറയും. പവർ ഓഫ് ദ നൗ പുസ്തകം വരുന്നതിന് മുമ്പ് നമ്മളിവിടെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് 40 പറയുമ്പോൾ സദ്ദർശനം പറയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭൂതം ഭവിഷ്യച്ച ഭവത്സ്വകാലേ തദ്വർത്തമാനസ്യ വിഹായ തത്വം ഹാസ്യാന കിം സ്യാത് ഗതഭാവി ചർച്ചാം വിനൈകസംഖ്യാഗണനേവ ലോകേ. കഴിഞ്ഞുപോയത് വരാൻ പോണതൊക്കെ ഇപ്പോഴാണ്. നമ്മളുടെ പാസ്റ്റ് എന്ന് പറയണത് അപ്പോഴൊക്കെ അത് പ്രസൻ്റായിരുന്നു. ഒരിക്കലും പാസ്റ്റ് സത്യമായിരിക്കാൻ പറ്റില്ല, ഫ്യൂച്ചർ സത്യമായിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഭൂതം ആർക്കും അനുഭവിക്കാൻ പറ്റില്ല, ഭാവി ആർക്കും അനുഭവിക്കാൻ പറ്റില്ല. അനുഭവിക്കുമ്പോഴൊക്കെ അത് വർത്തമാനം ആണ്. പിന്നെ ഭൂതകാലം എവിടെയുണ്ട്? വളരെ അല്പമായ ഒരംശം മാത്രം, അതും പെർഫെക്റ്റ് അല്ലാതെ നമ്മളുടെ മെമ്മറിയിലുണ്ട്. അങ്ങനെയല്ലേ? നമ്മളുടെ തന്നെ ജീവിതം എടുത്തു നോക്കിയാൽ എൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞ് ഞാൻ ഓട്ടോബയോഗ്രഫി എഴുതിയാൽ പോലും സത്യമായിരിക്കില്ല. ഞാൻ പലതും എൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ധരിച്ചിട്ട് എഴുതുന്ന കാര്യം തന്നെ ശരിയായിരിക്കണമെന്നില്ല. പലരും എന്നോടൊക്കെ വന്ന് പറയും, സ്വാമി കഴിഞ്ഞ വർഷം വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? എനിക്ക് ഒരു ഓർമ്മയില്ല. ഞാനാണ് പറഞ്ഞത്, അവർക്കാണോ ഓർമ്മ? ചിലപ്പോൾ ഇന്നലെ പറഞ്ഞു എന്ന് പറയും, നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കാര്യം തന്നെ നമുക്ക്, അല്ലേ? പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നമ്മളെങ്ങനെ പ്രമാണമാവും? അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ 4 വയസ്സ് 3 വയസ്സ് 2 വയസ്സൊക്കെ നമുക്കറിയോ? അമ്മയും അച്ഛനും ഒക്കെ ചിലപ്പോൾ പറയും, നാട്ടുകാർ പറയും, അടുത്ത വീട്ടുകാരൊക്കെ പറയും, ആ നീ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. നല്ലത് നമുക്കറിയില്ല. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിന് നമ്മളുടെ ഒന്നും ഓത്തൻറ്റിക് അല്ല. ഇത്ര നേരം അതെങ്കിലുമൊക്കെ പ്രമാണമായിട്ട് നമ്മൾക്കറിയാൻ വിചാരിച്ചിരുന്നു, അല്ലേ? അപ്പം അതും പോയി. അതുപോലെ ഫ്യൂച്ചർ വെറും ഭാവന ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം, ഡിസയർ ചെയ്യാം. അതായത് ഭാവന ചെയ്യാം, പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം എന്നല്ലാതെ അതും ഇപ്പല്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് അനുഭവം. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത്, ഇഹ ചേദവേദി തഥ സത്യം അസ്തി നചേത് ഇഹ വേദി മഹതി വിനഷ്ടി. ഇവിടെ ഇപ്പോൾ അറിഞ്ഞാൽ
രക്ഷപ്പെട്ടു. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ക്ഷണത്തിൽ ഞാൻ അതിലിരുന്നാൽ അത് സത്യം. അല്ലാതെ എനിക്ക് 1 മണിക്കൂർ ധ്യാനിക്കാൻ പറ്റണില്ല, ഇന്ന് വൈകുന്നേരം ധ്യാനിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ഭാവന ചെയ്യണത് കൊണ്ടാണ് നമുക്ക് ബന്ധം വരണത്. ഇന്നലെ എനിക്കിങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട്? അതാണ് ദുഃഖത്തിന് കാരണം. അപ്പോൾ അതീത അനനുസന്ധാനം, ഭവിഷ്യത് അവിചാരണം, ഔദാസീന്യമഭിപ്രാപ്തേ ജീവൻ മുക്തസ്യ ലക്ഷണം. ജീവൻ മുക്തൻ്റെ സീക്രട്ട് ഇതാണെന്നാണ്. എത്ര കണ്ട് നമ്മളിത് ചെയ്യും അത്ര കണ്ട് ഫ്രീ ആവും. അനനുസന്ധാനം, അവിചാരണം, ഔദാസീന്യം. പാസ്റ്റിനെ എടുത്ത് ചിന്തിക്കണില്ല, ഭൂതകാലത്തിനെ, വർത്തമാനത്തിനെ ചിന്തിക്കുന്നില്ല, ഭാവന ചെയ്യണില്ല. മുമ്പിൽ നടക്കുന്ന കാര്യം ഉദാസീനനാണ്, താൻ തന്നിലാണ് ഇരിക്കുന്നത്. ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വഴി. പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ബന്ധം വരും. ഭൂതകാലം, ഭാവി കാലത്തിനെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ബന്ധം വരും. വർത്തമാനത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ അവിടെ ബന്ധം വരും. ഈ മനസ്സ് ഇങ്ങനെ പോയാൽ ബന്ധം, ഇങ്ങനെ പോയാൽ ബന്ധം, ഇങ്ങനെ പോയാലും ബന്ധം. പാസ്റ്റിലേക്ക് മനസ്സ് വലിഞ്ഞാൽ ബന്ധം, ഫ്യൂച്ചറിലേക്ക് നീണ്ടാൽ ബന്ധം, പ്രസൻറ്റിലേക്ക് തള്ളിയ ബന്ധം. 3 വിധത്തിലും ബന്ധത്തിന് കാരണമാവും. ഇത് എത്ര കണ്ട് നമുക്ക് വിടാൻ പറ്റും? ഒരേ അടിക്ക് അങ്ങനെ പാസ്റ്റൊക്കെ മറന്നു കളയാനോ, പാസ്റ്റ് മുഴുവൻ മറന്നു കളയണമെന്നല്ല, അതിനെ ഓർത്തോർത്ത് എടുത്തുകൊണ്ട് നിൽക്കാതിരിക്കുക. അതാണ് ധ്യാനത്തിൻ്റെ പ്രയോജനം. അതാണ് ചിത്തത്തിനെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരിക. വർത്തമാനം എന്ന് വെച്ചാൽ ഈ മലയാളത്തിൽ ഒരു കൺഫ്യൂഷൻ, സംസാരം, വർത്തമാനം അല്ലേ? വർത്തമാനം, പ്രസൻറ്റ് അല്ലേ? ഇപ്പോൾ ഉള്ളത് ഇവിടെ ഞാൻ എന്നുള്ള ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ അനുഭവത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നു ചിത്തത്തിനെ. ശരിക്കും ആ അനുഭവമാണ് വർത്തമാനകാലം. ഐ ആം ഈസ് നൗ. വർത്തമാനം എന്ന് പറഞ്ഞാൽ അഹം എന്ന ശുദ്ധ ചൈതന്യമാണ്, ബോധമാണ്. ഒരു ക്ഷണനേരം കഴിയുമ്പോഴേക്കും പാസ്റ്റ് ഭൂതമാവും. അപ്പോൾ ജാഗ്രത എന്ന് പറയുമ്പോൾ ഈ ചിത്തവൃത്തികളെ ശേഖരിക്കാതിരിക്കുന്നതിൽ ജാഗ്രത. ഓരോ ക്ഷണവും ആത്മധ്യാനം ചെയ്യണത്തിൽ ജാഗ്രത. അതാണ് പലപ്പോഴും ഏറ്റവും എളുപ്പ വഴിയായി ഉപദേശിക്കുന്നത്. ഈ നാമജപം ഉപദേശിക്കാനോ മന്ത്രജപം ഉപദേശിക്കാനോ ഒക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് നീളമൊന്നുമില്ല, ഓർക്കാനുള്ള ആശയമൊന്നുമില്ല, വിഷയങ്ങളൊന്നുമില്ല, അതിന് ആരംഭം അവസാനമൊന്നുമില്ല. ഇപ്പോൾ ഇതാ രാമ 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 കഴിഞ്ഞു. അതിന് ഓർമ്മിച്ച് വയ്ക്കാനുള്ളതൊന്നുമില്ല, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഒന്നുമില്ല, വിധി നിഷേധങ്ങളൊന്നുമില്ല.
ഇപ്പം തുടങ്ങി ഇപ്പം അവസാനിപ്പിക്കണമെന്നില്ല. അപ്പോൾ ഓരോ ക്ഷണത്തിലും നമ്മളെ ജാഗ്രതപ്പെടുത്താനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ജപം. അതാണ് ജാഗ്രത. അപ്പോൾ കോംപ്ലക്സ് സാധനങ്ങളിലൊന്നും പെട്ടുപോകണ്ട, ജാഗ്രത അത്രയേ ഉള്ളൂ. ഓരോ ക്ഷണവും വളരെ ലാഘവത്തോടുകൂടെ ജാഗ്രതയായിട്ടിരിക്കുക, അനായാസമായിട്ട്. അതാണ് യോഗവാസിഷ്ടം പറയണത്. വർത്തമാനം അനായാസം ഭജത്, ബാഹ്യധിയാ ക്ഷണം, ഭൂതം ഭവിഷ്യത് അഭജത്, യാതി ചിത്തം അചിത്തതാം. ചിത്തം അചിത്തമായിട്ട് തീരും എന്നാണ്. മനസ്സ് അമനീഭാവത്തിലേക്ക് വരും. ഭൂതം ഭവിഷ്യത് അഭജത്, ഭൂതകാലത്തിലേക്കും പോകുന്നില്ല, ഭവിഷ്യത് കാലത്തിലേക്കും പോകുന്നില്ല. വർത്തമാനകാലത്തിനെ വീണ്ടും വീണ്ടും ആശ്രയിക്കുന്നു. എങ്ങനെ? അനായാസം, ഒരു കടുംപിടുത്തം പിടിച്ചിട്ടല്ല. അപ്പോൾ ഇതാണ് ജാഗ്രത. ഉത്തിഷ്ഠത എന്താണ്? ഈ ജീവിതത്തിനെ ഞാൻ വരിച്ചു, അത് ഉത്തിഷ്ഠത. എഴുന്നേൽക്കുന്നു, ഈ ജീവിതത്തിനെ വരിക്കൂ. ജാഗ്രത, ഓരോ ക്ഷണവും ആ സത്യത്തിനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ജീവിക്കും. നീ ഫ്രീ ആവും. ഇതാണ് അപ്പോൾ ജാഗ്രത. ഈ സത്യത്തിനെ അറിയണമല്ലോ. എങ്ങനെ അറിയും? പ്രാപ്യ വരാൻ നിബോധത. നല്ല ജ്ഞാനികളെ ആശ്രയിച്ച് ഈ സത്യത്തിനെ തെളിഞ്ഞ് അറിയുക. ഈ ഉപനിഷദ് വിദ്യയെ, ഈ ആത്മവിദ്യയെ സത്യദർശികളായ മഹാപുരുഷന്മാരിൽ നിന്നും സമ്പ്രദായ വിത്തെന്ന് ശങ്കരാചാര്യർ ശാഠ്യം പിടിക്കും. അസമ്പ്രദായവിത് സർവശാസ്ത്രവിദപി മൂർഖവതുപേക്ഷണീയ സർവത്ര എന്ന് പറയണം ആചാര്യൻ. അസമ്പ്രദായത്തിൽ വന്ന ആള് എല്ലാം പഠിച്ചാലും സൂക്ഷിക്കണം എന്നാണ്. അതവർ അനുഭവം കൊണ്ട് പറയണ കാര്യമാണ്. അനുഭവം കൊണ്ട് അവർ പറയണ കാര്യമാണ്, വേറെ ഒന്നുമല്ല. അതായത് ഒരു സമ്പ്രദായം എന്ന് പറയുമ്പോൾ അതിൽ ഉപനിഷദ് വിജ്ഞാനം ഉണ്ടാവണം. 2 ഉപാസന ഉണ്ടാവണം. 3 ഇതിനൊക്കെ മൂലമായി ബ്രഹ്മനിഷ്ഠരായ മഹാപുരുഷന്മാരുടെ പരമ്പര ഉണ്ടാവണം. 4 വിവേക വൈരാഗ്യ ശമാധി സമ്പത്തികളുള്ള ഗുരുപരമ്പര ഉണ്ടാവണം. വളരെ 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 ജാഗ്രത. മോഡേൺ വേൾഡിലെ ഏറ്റവും വലിയ കുഴപ്പം അതാണ്. ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം, എങ്ങനെ വേണമെങ്കിൽ നടക്കൂ, എങ്ങനെ വേണമെങ്കിൽ ഇരിക്കൂ. ബ്രില്യൻ്റായിട്ടുള്ള ഐഡിയാസൊക്കെ വരും, പക്ഷേ ഇത് സിന്തറ്റിക് ഫ്ലവേഴ്സ് പോലെയാണ്. നല്ല നല്ല പുഷ്പങ്ങളും മണമില്ല. കാണുമ്പോൾ നല്ല നല്ല പൂവാണ്, അടുത്തടുത്ത് പോയാൽ ഫ്രാഗ്രൻസ് ഇല്ല, മണമില്ല. അപ്പോൾ ദൈവീ സമ്പദ് വിമോക്ഷായ നിബന്ധായ ആസുരീമത. കാമക്രോധങ്ങളിൽ അല്ലെങ്കിലേ നമ്മൾ പെട്ടുകിടക്കണു. അതിന്ന് വെളിയിൽ വരാൻ നമുക്ക് ഒരുപാട് എനർജി വേണം. അതുകൊണ്ടാണ് സത്സംഗം ആശ്രയിക്കാൻ പറയണത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബും ഇതൊക്കെ മതി. അത് ആശയം കിട്ടും, ഐഡിയ കിട്ടും, അറിവ് കിട്ടും, ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ പുസ്തകങ്ങൾ കിട്ടുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഇപ്പോൾ ഈ ടോക്ക്, പ്രഭാഷണം, സത്സംഗം, വീഡിയോ ഒക്കെ കിട്ടുമ്പോൾ നല്ലവണ്ണം കിട്ടും. ഓഡിയോയിൽ തന്നെ പലരും കേട്ടുകൊണ്ട് നല്ലവണ്ണം, വീഡിയോ ആകുമ്പോൾ ശരി കണ്ടുകൊണ്ടുമൊക്കെ ആളുകൾ കാണുമൊക്കെ കിട്ടും, വിഷയം കിട്ടും. പക്ഷേ നമുക്ക് അതുമാത്രം പോരാ. നമ്മൾ ജീവിതത്തിൽ നമ്മൾക്ക് എനർജി വരുന്നത് തന്നെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്.
അത് നെഗറ്റീവ് എനർജി ആണെങ്കിലും അതെ, പോസിറ്റീവ് എനർജി ആണെങ്കിലും അതെ, ഇൻഫ്ലുവൻസ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ സാധനം കൊണ്ടൊന്നും ഒരുപാട് ബലത്തിൽ കയറാൻ പറ്റില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കണ പോലെ നല്ല ഇൻഫ്ലുവൻസ് വേണം, പവർഫുൾ ഇൻഫ്ലുവൻസ് വേണം, സാന്നിധ്യത്തിൻ്റെ ബലം വേണം. അപ്പോൾ ആണ് നമുക്ക് സത്സംഗത്തിൻ്റെ, ഭഗവാൻ ഭാഗവതത്തിൽ ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവ ചില കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, ചില കാര്യങ്ങൾ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ, അപ്പോഴേ നീ സ്വീകരിക്കുള്ളൂ. നീ എൻ്റെ ഭൃത്യനാണ്, എൻ്റെ സഖാവാണ്, എൻ്റെ ഹൃദയം അറിഞ്ഞവനാണ്, അതുകൊണ്ട് മാത്രം ഞാൻ ഈ രഹസ്യം നിന്നോട് പറയാം. ഒരു വലിയൊരു ലിസ്റ്റ് ഓഫ് സാധനകൾ ഇട്ടിട്ട് പറഞ്ഞു, യോഗം, സാഖ്യം എല്ലാം ഇട്ടിട്ട് പറഞ്ഞു, ഇതുകൊണ്ടൊന്നും സാധിക്കാത്ത കാര്യം സത്സംഗം കൊണ്ട് സാധിക്കുന്നു. സുഗോപ്യം അഭിവക്ഷ്യാമി, വലിയ രഹസ്യം എന്ന് പറഞ്ഞു. അപ്പം സത്സംഗം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇതല്ല, ഇത് മാത്രമല്ല, എവിടെയെങ്കിലും മഹാപുരുഷന്മാരുണ്ടാവും, അവരുടെ സമ്പർക്കം, നമ്മൾക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് വേണ്ടി വരും ജീവിതത്തിൽ. ഓരോ ചെറിയ ചെറിയ കാര്യവും നമുക്ക് ആരെങ്കിലുമൊക്കെ വലിയ ഭഗവാൻ തരും. നമ്മൾ വാസ്തവത്തിൽ ഉള്ളുകൊണ്ട് നമുക്ക് ഒരു ആശ്രയം വേണമെന്ന് വരുമ്പോൾ ഈശ്വരൻ നമുക്ക് എവിടെ ഉണ്ടോ അവിടെ തരും. ഈ വൈദ്യന്മാർ പറയേ രോഗം വരുമ്പോൾ തന്നെ മരുന്ന് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നതാണോ? തൊടിയിൽ, അപ്പാർട്ട്മെൻറ്റിൽ തൊടിയില്ല, എവിടെയെങ്കിലും കിട്ടും, എവിടുന്നെങ്കിലുമൊക്കെ വഴി കിട്ടും. അപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ വഴി വരും. ഒരാശ്രയം നമുക്ക് ഓരോന്നും ചോദിക്കേണ്ടി വരും, അങ്ങനെ ആശ്രയിക്കേണ്ടി വരും. പിന്നെ അവരുടെ ജീവിതം കണ്ടുപഠിക്കേണ്ടി വരും, അവരുടെ വൈരാഗ്യം, വിവേകം, അവരുടെ തപോനിഷ്ഠയുടെ ഒക്കെ ഇൻസ്പിറേഷൻ നമുക്ക് വേണ്ടി വരും. സാന്നിധ്യത്തിലൊരു സൗഖ്യമുണ്ടാവും. ഇതൊന്നും നമുക്ക് CD കൊണ്ടോ വീഡിയോ കൊണ്ടോ യൂട്യൂബ് കൊണ്ടോ ഒന്നും കിട്ടാൻ പോരാ. അതെന്ത് ചെയ്യണം? ഈവൻ പുസ്തകങ്ങൾ കൊണ്ട് പോരാ. ഇതൊക്കെ തന്നെ നമുക്ക് വിഷയം തരും, അറിവ് തരും, നമുക്ക് ക്ലാരിറ്റി തരും. അതേസമയം സൂക്ഷിക്കുകയും വേണം. ഇന്ന് യൂട്യൂബ് ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യം അല്ലേ, ഡിസ്ട്രാക്ഷൻ, ഒരുപാട് ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ജാഗ്രത അവിടെയും പറയേണ്ടി വരും. ഒരേ അടിക്ക് നമ്മളത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അതിലൂടെ നമുക്ക് സത്സംഗം കിട്ടണു, നല്ല കാര്യങ്ങൾ. ശരി, അതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ സാധനങ്ങൾ, മൊത്തത്തിൽ പലത്. അപ്പം ജാഗ്രത, ഉത്തിഷ്ഠത, ജാഗ്രത, അലേർട്ട്, ബി വേക്ക്ഫുൾ, ബി മൈൻഡ്ഫുൾ. പ്രാപ്യവരാൻ, അതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ വിധിച്ചത്, പ്രിസ്ക്രൈബ് ചെയ്തത്. പ്രാപ്യവരാന്, നല്ല ശ്രേഷ്ഠാന്, ആചാര്യാൻ പ്രാപ്യ നിബോധത. പ്രാർത്ഥനാപൂർവം പോവുകയാണെന്നാണ്. എന്താ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഭാഷ്യകാരൻ മനോഹരമായിട്ട് പറയുന്നു. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ മുമുക്ഷുന്. നിഷ്കാമശ്ച ആത്മാനമേവ പ്രാർത്ഥയതേ. ഭാഗവതത്തിൽ വരുന്ന കാര്യമാണ്. അകാമഃ ആപ്തകാമശ്ച. അകാമനും ആപ്തകാമനും, ആ നിഷ്കാമനായിട്ടുള്ളവനും ആത്മാവാകുന്ന ഭഗവാനോട് തന്നെ പ്രാർത്ഥന, വേറൊന്നുമില്ല. അഥവാ ആത്മാവിനെ വേണം, ആത്മപ്രകാശം വേണം. ഗായത്രി മന്ത്രത്തിൻ്റെ താത്പര്യം അതാണ്. ആത്മാവ് പ്രകാശിക്കണം. അതാണ് സവിതൃദേവത, ആത്മാവാണ്. ആത്മാവ് പ്രകാശിക്കട്ടെ, ആത്മാനുഭവം തെളിഞ്ഞു വരട്ടെ, ഇതാണ് അതിൻ്റെ താത്പര്യം. അപ്പോൾ ഇതാണ്
ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയ. ഈ വാൾത്തലയുടെ മേലെ നടക്കണ പോലെയാണ് നമ്മുടെ ജീവിതം. എന്താ ജീവിതം വാൾത്തലയുടെ മേലെ എന്ന് വെച്ചാൽ വളരെ കുറച്ചല്ലേ സ്ഥലമുള്ളൂ വാൾത്തലയുടെ മേലെ. അതുപോലെ ഈ സെൻറ്റേർഡായിട്ട് ഹൃദയത്തിൽ ആത്മനിഷ്ഠനായിട്ട് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് ചെതറിപ്പോകും പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും. വെളിയിലുള്ള ശക്തികളും നിങ്ങളെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. വ്യക്തികളും വസ്തുക്കളും ഉപകരണങ്ങളും ഇൻഫർമേഷൻസ്, ഓരോരോ വാർത്തകളും സംവാദങ്ങളും ഒക്കെ നമ്മളെ സംശയാവർത്തത്തിൽ വീഴ്ത്തിക്കളയും, സംശയത്തിൻ്റെ ചുഴിയിൽ വീഴ്ത്തിക്കളയും, സങ്കല്പഭ്രംശം ഉണ്ടാക്കും. അപ്പോൾ ഇത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കും. യു ട്രൈ ടു ഗോ ടു ദ സെൻറ്റർ, യു ആർ പുഷ്ഡ് ഔട്ട് ഓർ പുൾഡ് ഔട്ട്. സെൻറ്ററിലേക്ക്, കേന്ദ്രത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ തന്നെ ഉള്ള സങ്കല്പങ്ങൾ പിടിച്ച് പുറത്ത് തള്ളും. അല്ലെങ്കിൽ വെളിയിലുള്ള വ്യക്തികൾ, വസ്തുക്കൾ, വിഷയങ്ങൾ പിടിച്ചു വലിക്കും. വീണ്ടും ഇതേ ചിത്തത്തിനെ പിടിച്ച് സെൻറ്ററിലേക്ക് ഏകാഗ്രപ്പെടുത്തി തന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പം തന്നിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയ. നമ്മളുടെ പ്രാരബ്ധത്തിനെ ആർക്കും വേണ്ടാന്ന് വയ്ക്കാൻ ഒക്കില്ല. അപ്പം ഇതിലൊരു ചോദ്യം ഇവിടെ തന്നെ പറഞ്ഞേക്കാം. ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർ ഇതെങ്ങനെ ചെയ്യും എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചോളൂ, ഗൃഹസ്ഥന്മാർക്ക് ശരിയാണ്, സാധിക്കില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ കഠോപനിഷത്ത് സത്സംഗത്തിലേക്ക് വരണ്ട, ഇത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഞാൻ ഗൃഹസ്ഥനായി തുടങ്ങിയ സത്സംഗമാണതേ. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ കടന്നതാണ് 2 വർഷം. അപ്പോൾ എത്രയോ വർഷങ്ങൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ട് തന്നെയാണ് സന്യാസാശ്രമത്തിൽ പറയണത്. നമ്മൾ ഗൃഹസ്ഥനാണെന്നോ സന്യാസിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഹ്മചാരിയാണെന്നോ ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. പ്രകൃതിക്ക് നമ്മളോട് ഈ സന്യാസം ഗൃഹസ്ഥാശ്രമമൊക്കെ നമ്മൾ വെറുതെ വെളിയിൽ നിന്ന് പറയണതാണ്. ആത്മനിഷ്ഠയാണ് സന്യാസം, ആത്മജ്ഞാനമാണ് സന്യാസം. എവിടെ ഇരുന്നാലും ശാന്തിയോടെ ഇരിക്കണ്ടേ നമുക്ക്? ഞാൻ ഗൃഹസ്ഥനാണ്, അതുകൊണ്ട് സ്വാമി ഒരു എക്സ്ക്യൂസ്, ഞാൻ അശാന്തനായിട്ട് ഇരുന്നോളാം, എന്നാൽ ഇരുന്നോളൂ, കുഴപ്പമില്ല. നോക്കൂ, ഗൃഹസ്ഥനാണെന്ന് പറഞ്ഞിട്ട് ശാന്തിയോടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതിന് ജസ്റ്റിഫിക്കേഷനാണോ വേണ്ടത്? അഥവാ ജ്ഞാനത്തിനുള്ള വഴിയാണോ വേണ്ടത്? അല്ലേ? ഹൗ പ്രാക്ടിക്കലി ക്യാൻ എ ഹൗസ് ഹോൾഡർ ബിക്കം എ യോഗി വൈൽ ബീങ് ഇൻറ്റിമേറ്റ് വിത്ത് വൈഫ് ആൻഡ് ചിൽഡ്രൻ? അപ്പോൾ സന്ധ്യാവന്ദനം, സഹസ്രനാമം ഇതൊക്കെ മതിയോ എന്നാണ്. നല്ല ചോദ്യം, നല്ല ചോദ്യമാണ്. ഭാര്യ, കുട്ടികൾ ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സകല ശാസ്ത്രവും ഗൃഹസ്ഥന്മാർക്കുള്ള ഉപദേശമാണ്. ഗീതയും ഭഗവാൻ പറഞ്ഞു, അസക്തിരനഭിഷ്വംഗ പുത്രദാര ഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. ഇതാണ് ജാഗ്രത. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, ഇതിനോടൊക്കെ അനാസക്തനായിട്ടിരിക്കുക. അഭിഷ്വംഗം എന്ന് വെച്ചാൽ എൻ്റെയാണെന്ന് കരുതാതിരിക്കുക. അഭിഷ്വംഗ മമത, എൻ്റെ എന്ന് കരുതിയിട്ടാണ് ഈ വിഷമിക്കുന്നത്. അതിനു വേണ്ടി അവർ ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ നടുക്ക് ഇരുന്നു കൊണ്ട് അനാസക്തനായിട്ടിരിക്കുക. നിത്യം ച സമചിത്തത്വം, ഭഗവാൻ ഒന്നുകൂടെ ചേർത്തു, സമചിത്തത്വം. പ്രതിദിനം സമചിത്തത്വത്തിനും പുറത്ത് നടക്കുന്ന ദുഃഖങ്ങൾക്ക്, വിഷമങ്ങൾക്കും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മളുടെ ലൈഫ്.
എന്താണെന്ന് വെച്ചാൽ ഇഷ്ടാനിഷ്ടോപപത്തിഷു, ഇഷ്ടാനിഷ്ടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നടക്കും, അപ്പോൾ ഒരേ എക്സൈറ്റഡ് ആവും. അനിഷ്ടം നടക്കും, ഡിപ്രസ്ഡ് ആവും. ഈ മുട്ടൽ നടന്നുകൊണ്ടേയിരിക്കും. നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുമോ സ്വാമി എന്ന് പറഞ്ഞാൽ, മൈചാലന്യയോഗേന ഭക്തിരവ്യഭിചാരിണി. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറയാനും ഒക്കെ ഒരാൾ ഭഗവാനുണ്ട്. ആ ഭഗവാനോട് അവ്യഭിചാരിണീ ഭക്തി എന്ന് വെച്ചാൽ പരിപൂർണമായി സമർപ്പണം ചെയ്ത്, നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്ത സ്ഥലത്ത് നമ്മൾ ഓടിക്കാൻ അറിയുന്ന ആളുടെ കയ്യിൽ വണ്ടി കൊടുത്തിട്ട് ശരണാഗതി ചെയ്തിരിക്കണ പോലെ ആ ദേവൻ എങ്ങോട്ട് കൊണ്ടുപോകണോ കൊണ്ടുപോട്ടെ. പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കും. എങ്ങനെ പരിഹരിക്കണം? നമുക്ക് ഭഗവാൻ അക്ഷരമണമാലയിൽ ഒരു പാട്ട് വരും, മുടി അടി കാണാ മുടി വിടുത്ത് അന്നൈനേർ മുടി വിടക്കടനിലൈ അരുണാചല. ഇന്നലത്തെ പാട്ടിൻ്റെ ഒരു കണക്ഷനാണത്. അന്നൈനേർ, ഒരു അമ്മ കുട്ടിക്ക് അനുഗ്രഹം ചെയ്യുന്ന പോലെ എന്നെക്കൊണ്ട് അഴിക്കാൻ കഴിയാത്ത ചെടുക്ക് പിടിച്ച കെട്ട് അതൊക്കെ അഴിച്ചിട്ട് എന്നെ ഫ്രീ ആക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും മനുഷ്യയുക്തി കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ല. അത് ഈശ്വരൻ ആജ്ഞ ചെയ്യുന്ന രീതിയിലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അത് ആ മഹാശക്തിക്ക് യസ് സർവജ്ഞ യസ് സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ, എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായി എല്ലാം അറിയുന്നവനായി സർവശക്തനായ ഒരു വസ്തു ഉണ്ടെന്ന് അറിയുമ്പോൾ അതിനങ്ങോട്ട് സറണ്ടർ ചെയ്ത് അത് വണ്ടി ഓടിക്കും, എന്താക്കണോ ആക്കും. അപ്പോൾ ഈ ഉള്ളിലുള്ള അനേകകാലമായി വേണ്ടതും വേണ്ടാത്തതുമൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കിഴവനുണ്ട് ഉള്ളിൽ, ഈ മനസ്സ്. ചിലപ്പോൾ വയസ്സായ ആളുകൾ പെറുപെറെന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയും നമ്മളല്ലേ. അതുപോലെ ഈ കിഴവനോട് പറയുക ഒന്നും മിണ്ടാതിരിക്കുമെന്ന്. വേറെ ഒരാളുണ്ട്, വഴി കാണിക്കേണ്ട ആളുണ്ട്, അയാൾ വഴി കാണിച്ചോളൂ. ആ സത്യത്തിന് വിട്ടുകഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം, ബ്രഹ്മചര്യാശ്രമം, വാനപ്രസ്ഥാശ്രമം, അതിന് പരിപൂർണമായിട്ട് വിടുന്നതാണ് സന്യാസാശ്രമം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാ ഐഡിയാസും വിട്ടു, എല്ലാ ഡ്യൂട്ടി കോൺഷ്യസും വിട്ടു, ഞാൻ ഇത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ളത് വിട്ടു, ആഗ്രഹങ്ങളൊക്കെ വിട്ടു, ലൗകികവും വിട്ടു, മോക്ഷവും വിട്ടു. അപ്പോഴാണ് ഒരാൾ പരമഹംസനാവുന്നത്, സ്വതന്ത്രനാവുന്നത്. അപ്പോൾ അതാണ് ആ ആശ്രമത്തിൽ നമുക്ക്. അപ്പോൾ നമ്മൾ എവിടെ ഇരിക്കണോ അവിടെ നമ്മളെ കൊണ്ടാവുന്ന എന്ത് സ്പിരിച്വൽ പ്രാക്ടീസ്, അധ്യാത്മ അനുഷ്ഠാനമുണ്ടോ ചെയ്ത് ഓരോ ക്ഷണത്തിലും ജാഗ്രതയോടെ ഇരിക്കണം. നമുക്ക് അതുമാത്രം പോരാ, നമുക്ക് വഴി കാണിക്കാനുള്ള ശാസ്ത്രമുണ്ട്, മഹാത്മാക്കളുണ്ട്. ഓരോ സ്റ്റെപ്പും മഹാപുരുഷന്മാരോട് ചോദിച്ച് നമ്മളുടെ യുക്തിയും ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ച് ഒക്കെ വേണം ഈ നോൺസെൻസ് കടക്കാനായിട്ട്. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു നോൺസെൻസാണ്. കാരണം നമ്മൾ മാത്രമാണെങ്കിൽ ഫുൾ സെൻസാണ്. നമ്മളല്ലാത്തതിനെയൊക്കെ എടുത്ത് നമ്മളുടെ മേലെ ഇട്ടിട്ട്, ഒരു ദൃഷ്ടാന്തം എപ്പോഴും ഞാൻ പറയണത്, ഈ ഓടുന്ന ഇലക്ട്രിക് ട്രെയിൻ പിടിച്ചിട്ട് ഞാൻ സ്റ്റേഷനിൽ നിന്ന് അനങ്ങില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒന്നിൽ ട്രെയിനിൽ കയറണം, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പിടിവിടണം, ഇല്ലേ? അപ്പോൾ ഇത് അറിവ് കൊണ്ട്, വിവേകം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ഭഗവത് അനുഗ്രഹം കൊണ്ട് ചെയ്യണം. വിവേകം എന്ന് പറഞ്ഞാൽ പോലും ഈശ്വരാനുഗ്രഹമാണ്, കൃപയാണ്. അങ്ങനെ വേണം ജീവിതത്തിൽ. പല കാര്യങ്ങളും നമ്മളുടെ വിവേകം കൊണ്ട് പോലും ചെയ്യാൻ പറ്റില്ല. പലർക്കും ജീവിതത്തിൽ വരുന്ന പല ദുരിതങ്ങൾക്കും എന്ത് ചെയ്യും? ചിലർക്കൊക്കെ വരുന്ന ദുഃഖങ്ങളൊക്കെ കാണുമ്പോൾ
നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇത്രയും വർഷത്തിൽ നിങ്ങളെ ഓരോരുത്തരെയൊക്കെ കാണുമ്പോഴും അതിൽ നിന്ന് വരുന്ന പാഠമുണ്ടല്ലോ, അത് പുസ്തകത്തിൽ നിന്നൊന്നും കിട്ടില്ല. ഓരോരുത്തർ വന്ന് പറയണ കഥകളൊക്കെ കേൾക്കുമ്പോഴേ, ചിലർക്ക് കൺമുമ്പിൽ വെച്ച് മകനോ മകളോ മരിച്ച കഥകൾ, ചിലർക്ക് ഭാര്യ മരിച്ച കഥകൾ, ഭർത്താവ് മരിച്ച കഥകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറാത്ത വ്യാധികൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ പറഞ്ഞാൽ തീരാത്ത ദുരിതങ്ങൾ, പലവിധത്തിലുള്ള കഷ്ടങ്ങൾ. ചിലർ ഇതിൻ്റെയൊക്കെ നടുക്ക് വളരെ സമാധാനമായിട്ട്, അവർക്ക് പോലും അറിയില്ല അവരുടെ മഹിമ, അങ്ങനെ ഇരിക്കണവർ വളരെ ലാഘവത്തോടുകൂടെ ഈ പറയണ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സഹജമായി പകർത്തി സുഖമായിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാം, നമുക്ക് കണ്ണ് തുറന്നു വെച്ചാൽ നമുക്ക് എല്ലായിടത്തും കാണാം. അപ്പം ഇതാണ് ജാഗ്രത എന്ന് വെച്ചാൽ, ഓരോ മൊമെൻറ്റും നമുക്ക് ഈ അധ്യാത്മ ജീവിതം ജീവിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. ഈ നമുക്ക് ഇങ്ങനെ ആയാൽ പറ്റില്ല, അങ്ങനെ ആയാൽ പറ്റില്ല എന്നൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഹോംവർക്ക് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞ് ടീച്ചറുടെ അടുത്ത് പറയണ പോലെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് തന്നെയാണ് നഷ്ടം, അല്ലേ? നമ്മൾക്ക് സാധിച്ചെടുക്കണം, വേറെ വഴിയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ. അതാണ് ഭഗവാൻ ശരി പോട്ടെ, സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ, അല്പമെങ്കിലുമൊക്കെ ചെയ്യുന്നു, നിങ്ങളെ കൊണ്ട് ആവുന്നത്ര ചെയ്യുന്നു. എന്തിനാപ്പം അങ്ങനെ ഭഗവാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെയെങ്കിലുമൊക്കെ ഇയാൾ പോവുമല്ലോ, കുറച്ചുകൂടെ കഷ്ടപ്പെട്ടാൽ അപ്പോൾ മനസ്സിലാവും മുഴുവനും ചെയ്യണം എന്ന്. അപ്പോൾ ക്ഷുരസ്യധാര നിശിതാ ദുരത്യ, ജീവിതം പ്രാരബ്ധത്തിൻ്റെ ബലം കൊണ്ട് വാൾത്തല പോലെയാണ്. അത് സ്വന്തം ശക്തി കൊണ്ട് കടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദുരത്യയ എന്ന് പറഞ്ഞത്. സ്വന്തം ഇവൻ്റെ ഒരു സാമർഥ്യം കൊണ്ടും പഠിപ്പറിവുകൾ കൊണ്ടും ഒന്നുമൊക്കെ, ഭാഗവതത്തിൽ ആ വാമനൻ വന്ന് നിൽക്കുമ്പോൾ മഹാബലി എല്ലാം കൊടുത്തിട്ട് മുമ്പിലിങ്ങനെ വളർന്ന് നിൽക്കുകയാണ് എല്ലായിടത്തും. കുറച്ച് നേരം മുമ്പ് വലിയ ആളായിരുന്നു, ഇപ്പോൾ ഒന്നും അല്ലാതായിട്ട് നിൽക്കുമ്പോൾ അസുരന്മാരൊക്കെ കരഞ്ഞ് മുറവിളി കൂട്ടുകയാണ്, യോ എല്ലാം പോയി. അപ്പോൾ മഹാബലി പറയണുണ്ട്, ബലേന സചിവൈഹി ബുദ്ധ്യാ ദുർഗൈഹി മന്ത്ര ഔഷധാദിഭിഹി സാമാദിഭിഹി ഉപായൈശ്ച കാലം നാത്യേതി വൈ ജനഃ. ഈ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കാലപുരുഷനാണ്. എന്നോട് ദയ കാണിച്ചിട്ടാണ് വന്ന് ചോദിച്ച് വാങ്ങിച്ചിരിക്കണത്. എൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് ഇങ്ങനത്തെ ദയൊന്നും കാണിച്ചില്ല. തൂണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് ചീന്തിയിട്ടു, പറിച്ചു കളഞ്ഞു ഹിരണ്യകശിപുവിനെ, അല്ലേ? അങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കും. നമ്മളെ ഈശ്വരൻ പിച്ചി ചീന്തുമ്പോൾ അതാണ് നരസിംഹാവതാരം. അപ്പം നമ്മൾ ഹിരണ്യകശിപു ആണെന്ന് വിനയത്തോടെ സമ്മതിച്ചോളാം. നമ്മളത്ര നല്ല ആളൊന്നുമല്ല. ഭഗവാൻ നമ്മളെ കീറിക്കളഞ്ഞുവെങ്കിൽ വി ഡിസർവ് ഇറ്റ്. മഹാബലിയെ പോലെ വന്ന് ചോദിച്ച് വാങ്ങിച്ചു. എങ്ങനെയൊക്കെയോ നമ്മൾ എന്തൊക്കെയോ വിചാരിച്ചു, അവസാനം നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് ആളുകൾക്കുണ്ട്, ഉള്ളതൊക്കെ പോയി. അപ്പോൾ ആണ് പറയണത്, മഹാബലി പറയണത്, ആ ശക്തിയെ ആർക്കും അവൻ്റെ ബലം കൊണ്ടോ ഇല്ല. കുറേ കൗൺസിലേഴ്സ് ഉണ്ട്. എന്ത് മാനേജ്മെൻറ്റാണ് പറയുക? ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം എന്നാണ്. ക്രൈസിസ് മാനേജ്മെൻറ്റാണ്. അവർക്ക് ജീവിതത്തിൽ ക്രൈസിസ് ആയതുകൊണ്ടാണ് പാവം അവർ ആ പണിയിലിരിക്കണത്, അല്ലേ? ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് അവിടെ ആരും വന്നിട്ടില്ലെങ്കിൽ അത് അവർക്ക് വലിയ ക്രൈസിസ് ആവും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വലിയ എക്സ്പേർട്സാണ്, കൗൺസിലേഴ്സാണ്, അല്ലേ? കൗൺസിലിംഗ് ഉണ്ട്, സ്കൂളുകളിലൊക്കെ ഉണ്ട്, എല്ലായിടത്തുണ്ട്. പല വിധത്തിൽ ഉപകാരം ഉണ്ടാവും അതുകൊണ്ട്.
എൻ്റെ ആരുടെത്തെങ്കിലുമൊക്കെ പറയാം. പിന്നെ അവർക്കും കുറേ ആളുകളെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ചില അറിവൊക്കെ ഉണ്ടാവും. പക്ഷെ വളരെ റിസ്കി ജോബാണത്, വളരെ അപകടം പിടിച്ച ജോബാണ്. ഒരുപാട് ആളുകളുടെ കാര്യം കേട്ട് കഴിഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. പല ആളുകളുടെയും പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇവർ ഡിപ്രസ്ഡ് ആവും. അതാണ് അതുകൊണ്ട് അവർക്കൊക്കെ ഒരുപാട് തപസ് വേണം, ഒരുപാട് സാധന വേണം, അല്ലാതെ ശരിയാവില്ല എന്നാണ്. ഒരുപാട് ജപധ്യാനങ്ങളൊക്കെ ഉണ്ടാവണം കൂടെ. അപ്പോൾ സജീവം, അവനവൻ്റെ ബുദ്ധി സാമർഥ്യം, പിന്നെ വളരെ രഹസ്യമായ മന്ത്രജപങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതുകൊണ്ടൊന്നും നടക്കില്ല എന്നാണ് പറയണത് മഹാബലി. പിന്നെ മരുന്ന് അല്ലേ, എന്തെങ്കിലും നമുക്ക് അവസാനം വൈദ്യശാസ്ത്രത്തിൽ തന്നെ പറയും, കാലം കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി മരുന്ന് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, കൊണ്ടുപോയിക്കോളൂ. പാലക്കാടിലെ ഒരു ഡോക്ടറെ അടുത്ത് ചോദിച്ചു വെച്ചോളൂ. ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ അവർ ചോദിച്ചു, എന്നാൽ ഞങ്ങൾ എറണാകുളത്തേക്ക് കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. തൃശ്ശൂർ വരെ എത്തില്ല, തൃശ്ശൂർ കിടക്കില്ല. എന്താന്ന് വെച്ചാൽ സമയം കഴിഞ്ഞു, ഇനി മരുന്ന് കൊടുത്തിട്ട് എന്ത് കാര്യം, എന്ത് കൊടുത്തിട്ട് എന്ത് കാര്യം. ദുർഗൈഹി മന്ത്ര ഔഷധാദിഭി സാമാദിവിരുപായേശ സാമദാന ഭേദദണ്ഡം ഒന്നും ശരിയാവില്ല ചിലപ്പോൾ. അപ്പോഴാണ് നമുക്കറിയാം നമ്മളൊന്നുമല്ല എന്നാണ്, നമ്മൾ ആരുമല്ല എന്ന് പറയും. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അത് മരിച്ചുപോയി. അപ്പം അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് റോട്ടിലിങ്ങനെ പോകുമ്പോൾ ആ നാട്ടിലൊരു പ്രാന്തി ഉണ്ടായിരുന്നു. തലയ്ക്ക് നല്ല സുഖമില്ലാത്ത സ്ത്രീ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പേടിക്കും അവർക്ക് രാവിലെ എണീറ്റ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിനെ ചീത്ത പറയാം. അതുകൊണ്ട് പോലീസുകാർ ഇയാളെ കണ്ട പോലീസ് സ്റ്റേഷനൊക്കെ അടച്ച് പൂട്ടി ഉള്ളിലിരുന്ന് കിടക്കും. ആ പോലീസിനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പോലീസുകാരനെ എന്തോ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കല്ലൊക്കെ വെച്ച് മഞ്ഞപ്പൊടിയും കുങ്കുമൊക്കെ ഇട്ട് പൂജ ചെയ്ത് സമാധാനമായിട്ടിരിക്കും. അപ്പം തെരുവിൽ അവർ വരികയാണ്, ഇയാൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇയാളുടെ നേരെ അവർ വന്നു. അപ്പം ഇയാൾ പറഞ്ഞു, ഞാൻ പേടിച്ചു പോയി, ഞാനേ കിളി പറന്നിട്ടിരിക്കുകയാണ്. ഇതാണ് അയാൾ പറഞ്ഞ ഭാഷ. ഞാനേ ടെൻഷനിലാണ് ഇരിക്കണത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ അമ്മയുടെ മുമ്പിൽ പെട്ടു. അപ്പോൾ അവർ വന്ന് നേരെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് ആരാത് എന്ന് ചോദിച്ചു. ഇയാൾ നല്ലവണ്ണം വേദാന്തമൊക്കെ അറിയും ആൾക്ക്. ആരാത് എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക, അവരെന്തു പറയുമായിരുന്നു. അവർക്ക് അറിയണ ആരോ ആണോ എന്നുള്ള മട്ടിലാണ് അവർ നോക്കിയത്. ഇങ്ങനെ നോക്കിയിട്ട് ഓ ആരും അല്ല അല്ലേ. അപ്പം ഇയാൾ പറഞ്ഞു, മഹാവേദാന്തം. എനിക്ക് അങ്ങനെ ഒരു ജ്ഞാനോപദേശം ചെയ്ത പോലെ തോന്നിയെന്നാണ്. ഉള്ളിൽ അങ്ങനെ ലൈറ്റായി എല്ലാ പ്രശ്നവും കുറച്ച് നേരത്തേക്ക് പോയി. ഞാനിങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പോഴാണ് ഇവരൊരു ഒരു ഒരു പൊട്ടിച്ചത്. ആരുമല്ല അല്ലേ. അപ്പം ഈ ആരുമല്ല എന്ന് വെച്ചാൽ അവർക്കറിയണ ആളല്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇയാൾക്ക് തോന്നിയത് ഓ ഞാൻ ആരുമല്ല, അതാണ്. അപ്പോൾ അത്ര അങ്ങനെ നമ്മൾ ജീവിത അനുഭവങ്ങൾ ഈ വാൾത്തലയുടെ മേലെ കൂടെ നടക്കുന്നത് എന്ന് പറയുന്നത് അതാണ്. അത് ജീവിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ എങ്ങനെ സാധിക്കും, കുടുംബത്തിൽ എങ്ങനെ സാധിക്കും എന്ന് പറയുമ്പോൾ തന്നെ ആ ചോദ്യത്തിൻ്റെ മർമ്മം ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ എന്നാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെ പക്വമാക്കാനാണ്. നമ്മൾ എന്തോ ആണെന്ന് വിചാരിച്ചിരുന്നു, അതിനുള്ള പനിഷ്മെൻ്റാണ് ഗൃഹസ്ഥാശ്രമം. അത് നല്ലവണ്ണം നമ്മളെ ബോധിപ്പിച്ച് തരും നമ്മളൊന്നുമല്ല. അത് ഹൂവാമായി ചെയ്തിട്ടൊന്നും നടക്കില്ല. ഞാനാര് എന്ന് വിചാരം ചെയ്തിട്ടൊന്നും നടക്കാത്ത കാര്യം
കുടുംബത്തിലോ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ വിവരം ഉണ്ടെങ്കിൽ വിവരം വയ്ക്കും. വിവേകം ഉണ്ടെങ്കിൽ നമ്മളെ തല്ലി പദം വരുത്തി നോക്കിയേ കരുതിമേ താക്കിയേ പക്വം ആക്കി നീ ആണ്ട് അരുൾ അരുണാചല. നല്ലവണ്ണം ഭഗവാൻ നോക്കി. തിരുവണ്ണാമലയിലൊരു ഗുഹനമശിവായ സ്വാമികളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് പാട്ടിൽ പറയും, ഈ വണ്ണാൻ തുണി അലക്കണ പോലെ അരുണാചലേശ്വരൻ ഈ ജീവനെ ഇട്ട് അലക്കി തേച്ച് വെളുപ്പിച്ചിട്ടേ വിടുള്ളൂ എന്നാണ്. നമുക്കിത് പറയുമ്പോൾ എത്ര പേരുടെ മുഖത്താ ഒരു 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 മഹാവാക്യം കൊണ്ടൊക്കെ വരാത്ത പ്രകാശം നോക്കൂ. അപ്പോൾ ഗൃഹസ്ഥാശ്രമം കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഓർത്തോളാം. നല്ല വിവേകം വെച്ചു. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഗമണ്ട് പിടിച്ചിരുന്ന ആളുകൾ ഇത് കൂടെയൊക്കെ പോയി കഴിയുമ്പോൾ അറിയാം. അതുമല്ലാതെ ഈ ത്യാഗം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല. ത്യാഗം ഇങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഒരാൾക്ക് ത്യാഗം സാധിക്കുക. അറിവ് വിവേകം കൊണ്ടാണ് ഒരാൾ ഇത് നോക്ക് വിട്ടിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. അപ്പോൾ ശുരസ്യധാരാനിശിത എന്തൊരു പ്രയോഗമാത്. വാൾത്തലയുടെ മേലെ നടക്കുന്ന പോലെ എന്ന്. വാൾത്തലയുടെ മേലെ എങ്ങനെ നടക്കും? പ്രതിപദം കാലുമുറിയും അല്ലേ? വാൾത്തലയുടെ മേലെ മൂവ് ചെയ്യാനേ പറ്റില്ല, ചലിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ജീവിതം എന്നാണ്. വാൾത്തലയുടെ മേലെ നടക്കണ പോലെ. നമ്മുടെ ജനാർദ്ദന മാഷത അവിടെ ഇരിക്കണം. മാഷെടുത്ത് ഞാൻ പറയും, ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ബ്രഹ്മചാരി ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. ഇപ്പം അതാണ് മാഷക്ക് പ്രശ്നം. എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളത് ഇപ്പം അവസാനമാകുമ്പോൾ പ്രശ്നമായിരിക്കും. സ്വതന്ത്രമായിട്ട് മുക്തപുരുഷനായിട്ടിരുന്നു, ഫ്രീ ആയിട്ട്. നോക്കൂ, രമണ മഹർഷി പോലെ ഇരിക്കണം. തലയിൽ കൈയൊക്കെ വെച്ച് സ്വസ്ഥമായിട്ട്. വേണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറയണത് അത് അവരവർക്ക് കിട്ടിയിട്ടുള്ള ഫ്രീഡത്തിൻ്റെ വില അറിഞ്ഞാൽ തന്നെ സന്തോഷം വരും. എത്ര ചിലർക്ക് അവർക്ക് ഫ്രീഡം കിട്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെന്ന് അറിയണില്ല. വിമുക്തശ്ച വിമുച്യത്തെ എന്നാണ്. ഒരിക്കൽ ഒരു കഥ പറയും, മുല്ലാ നസറുദ്ദീൻ സ്റ്റോറീസ്. അതിൽ അയാൾ ഈ തോണി പോവാണ്. അപ്പോൾ കൂടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, ഒരു സുഖമില്ല, ബോറടിക്കണം. ഒരുപാട് നേരം പറഞ്ഞപ്പോൾ ഇയാളെ പിടിച്ച് വെള്ളത്തിൽ തണ്ടിട്ടു. അപ്പം അയാൾ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയിട്ട് അയ്യോ ഇപ്പോൾ എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിടിച്ച് കരയിലിരുത്തി. ഇപ്പം ഇതിനിടെ നല്ല സുഖം, പിന്നെ കംപ്ലൈൻറ്റേ ഇല്ല, സമാധാനമായിട്ട് സന്തോഷമായിട്ടിരുന്നു. അതുപോലെ സുഖമായിട്ടിരിക്കുമ്പോൾ ആളുകൾക്ക് അതിൻ്റെ വിലയൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഈശ്വരൻ തീരുമാനിച്ചത് ഇവനെ ഒന്ന്, ഈ തമിഴിലൊരു ചൊല്ലുണ്ട്, അടുപ്പാല പൊട്ട് കൊടിയാല വാങ്ങരുത് എന്ന് പറയും. അതായത് അടുപ്പിലിട്ടിട്ട് പിന്നെ അതിനെ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. കൊടി എന്ന് വെച്ചാൽ ഈ ഇടുക്കി പിടിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് എടുക്കുക ആണ്. അപ്പോൾ അടുപ്പിലിട്ടാൽ അപ്പോൾ വിഷമിക്കും, അപ്പോൾ വെളിയിലെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ക്ഷുരസ്യധാരാനിശിതാദുരത്യയാ ദുർഗം പഥസ്തത് കവയോ വദന്തി. അറിവുള്ളവരൊക്കെ പറഞ്ഞു, ദുർഗം പഥ വളരെ വിഷമം പിടിച്ച ഒരു നടവഴിയാണെന്നാണ്. അത് ജീവിതമാണ് ആ നടവഴി. ഈ നടവഴിയിൽ നിശ്ചയമായിട്ടും ആത്മജ്ഞാനം വേണം. ഇത് ദുർഗപഥമാണെന്നാണ്. ആത്മവിദ്യയുടെ ഈ മാർഗം ഉണ്ടല്ലോ, കല്യാണപഥം എന്നാണ്. മംഗളമായ പഥം. കല്യാണം എന്ന് വെച്ചാൽ മംഗളം. കല്യാണചരണാഹ എന്നാണ്. അധ്യാത്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പേര് പറഞ്ഞത് ശ്രുതി കല്യാണചരണാഹ എന്നാണ്. മംഗളമായ രമണീയ ചരണാഹ ഉപനിഷത് വാക്യമാണ്. രമണീയ ചരണാഹ, മംഗളമായ പദം വെച്ചിട്ടുള്ളവർ. ആ വഴിയിൽ മുഴുവൻ മംഗളമാണ്.
ശാന്തിയാണ്, ആനന്ദമാണ്, തൃപ്തിയാണ്. അതിൽ അതൃപ്തിയും അശാന്തിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പൂർവ ആശ്രമത്തിൻ്റെ ബാക്കി കിടക്കുന്ന ദുഃഖങ്ങളാണ്. അല്ലാതെ ഈ വഴിയുടെ ദുഃഖങ്ങളല്ലാതെ. സന്യാസിയായിട്ട് അയാൾക്ക് വിഷമം വന്നു, അധ്യാത്മമാർഗത്തിൽ വിഷമം വന്നു എന്ന് വെച്ചാൽ അത് സന്യാസം കൊണ്ടോ അധ്യാത്മമാർഗം കൊണ്ടോ അല്ല, പഴയ വഴിയിലുള്ള പഴയ മാർഗത്തിലുള്ള പ്രകൃതിയിലുള്ള ദോഷങ്ങളാണത്. ആ ദോഷങ്ങൾ കൊണ്ട് വരേണ്ടതാണ്. ത്യാഗം കൊണ്ട് ഒരു ദോഷവും വരില്ല, വിട്ടു തോറും ഒരു ദോഷവും വരില്ല. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പിടിക്കുമ്പോൾ സമത്വഭംഗം വരും, അശാന്തി വരും, ദുഃഖം വരും, കഷ്ടങ്ങൾ വരും, പലവിധ പ്രശ്നങ്ങൾ വരും. ഒന്നും വേണ്ടാന്ന് പറയുന്ന ആൾക്ക് എന്ത് ദുഃഖം വരും? എവിടെയെങ്കിലുമൊക്കെ തനിക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി പ്രവേശിച്ചാൽ ദുഃഖം വരും, വിഷമങ്ങൾ വരും. അപ്പോൾ ക്ഷുരസ്യധാര നിശിതാ ദുരത്യയ ദുർഗംബധസ്തത് കവയോ വദന്തി. ശരി, ഇതൊക്കെ സന്യാസികൾ. ശരി, നമ്മൾ ഗൃഹസ്ഥന്മാരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ സന്യാസത്തിൻ്റെ ആശയം ഗൃഹസ്ഥാശ്രമത്തിലും വേണം. സന്യാസം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആശ്രമം വേണ്ട. പക്ഷെ ഗീതയിൽ ഭഗവാൻ സന്യാസം എന്ന് പറയുന്നത് സന്യാസിക്കല്ല. ഗീതയിൽ ഭഗവാൻ ഒരുപാട് സ്ഥലത്ത് സന്യാസം, കൃഷ്ണനും സന്യാസിയല്ല, അർജുനനും സന്യാസിയല്ല, വ്യാസനും സന്യാസിയല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പം സന്യാസം എന്ന് പറയുന്ന ആശയം അവിടെ സന്യാസയോഗം എന്നാണ് പേരതിന്. അത് അസംഗതയാണ്. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ. പുറമേക്കൊക്കെ അസംഗമായിട്ട് ആത്മവിചാരം ചെയ്യുക, ആത്മധ്യാനം ചെയ്യുക, വീണ്ടും തിരിച്ച് ഈ ദുഃഖത്തിൽ വീഴാത്ത ഒരു നില പ്രാപിക്കുന്നത് വരയ്ക്കും വിചാരം ചെയ്യാം. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ മർമ്മം. ഇതിന് നമുക്ക് ശ്രേഷ്ഠരായ ആചാര്യന്മാരുടെ സമ്പർക്കം വേണം. ജീവിതത്തിലുള്ള പല വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനും വിവേകപൂർവമുള്ള വഴി കാണിക്കൽ വേണം. ഉപാസനയിൽ നിശ്ചയമായിട്ടും വേണം. ജ്ഞാനമാണ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ. അത് ഒരു വാക്യം കൊണ്ട് സമാപിച്ചു പോകുന്ന കാര്യമാണ്. ജ്ഞാനത്തിനും വേണം. ഇങ്ങനെ നമുക്ക് ഉപാസനയ്ക്കും ഗുരു വേണം, കർമ്മത്തിനും ഗുരു വേണം, ശാസ്ത്രം വേണം, അതേപോലെ ജ്ഞാനത്തിനും വേണം എന്നുള്ളത് കൊണ്ട് പ്രാപ്യവരാന് നിബോധത. ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയാ ദുർഗംബധസ്തത് കവയോ വദന്തി. അശബ്ദമസ്പർശമരൂപം അവ്യയം തഥാ രസം നിത്യമഗന്ധവച്ഛയത് അനാദ്യനന്തം മഹതഃ പരം ധ്രുവം നിചായതം മൃത്യുമുഖാത് പ്രമുച്യത്തെ. തം നിചായ മൃത്യുമുഖാത് പ്രമുച്യത്തെ തദേവം ഭൂതം ബ്രഹ്മാത്മാനം നിചായ അവഗമ്യ തമാത്മാനം മൃത്യുമുഖാത് മൃത്യുഗോചരാത് അവിദ്യാ കാമകർമ്മ ലക്ഷണാത് പ്രമുച്യത്തെ വിമുച്യത്തെ. ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. മരണമെന്ന് വെച്ചാൽ ചത്തുപോവൽ അല്ല, നല്ലവണ്ണം അറിഞ്ഞുകൊള്ളണം. ബൃഹദാരണ്യകോപനിഷത്ത് പറഞ്ഞു എല്ലാ ലിമിറ്റേഷൻസും മൃത്യുവാണെന്നാണ്. എന്തൊക്കെ ആത്മാവിനെ മറച്ചു കളയോ, മറക്കാൻ ചെയ്യോ, നമ്മളെക്കൊണ്ട് വിസ്മൃതി നമുക്കുണ്ടാക്കുമോ, അതൊക്കെ മൃത്യു. അതാണ് ഉപനിഷത്ത് മൃത്യോഹോ രൂപാണി എന്ന് പറഞ്ഞു. ഇതൊക്കെ മൃത്യുവിൻ്റെ രൂപങ്ങളാണെന്നാണ്. ലോകത്തിലെ പല സ്ഥലത്തുമുള്ള ആസക്തിക്ക് കാരണമായ വസ്തുക്കളൊക്കെ മൃത്യുവിൻ്റെ രൂപങ്ങളാണെന്ന് പറഞ്ഞു ശ്രുതി. വേരിയസ് ഫോംസ് ഓഫ് ഡെത്ത്, ദേ ലിമിറ്റ് യു, ദേ ബൈൻഡ് യു. പിടിച്ച് കെട്ടിയിടും, നമ്മളെ പറക്കാൻ സമ്മതിക്കില്ല, സ്വതന്ത്രമാവാൻ സമ്മതിക്കില്ല. അതാണ് മൃത്യു. അപ്പോൾ അവിദ്യാ കാമകർമ്മരൂപാത്ത് എന്ന് പറഞ്ഞു. അവിദ്യ, കാമം, കർമ്മം. അവിദ്യ അജ്ഞാനം,
അറിയായ്മ, ആത്മസ്വരൂപജ്ഞാനമില്ലായ്മ, അതിൽ നിന്നും ഞാൻ എന്നുള്ള അഹങ്കാരം, അസ്മിത, അതിൽ നിന്ന് രാഗദ്വേഷം, അറ്റാച്ച്മെൻറ്റ്, അവർഷൻ, അതിൽ നിന്ന് കർമ്മം, അതിൽ ഫലം, അതിൽ ബന്ധം, വീണ്ടും അവിദ്യാകാമകർമ്മം. ഇങ്ങനെ ഒരു സർക്കിളാണ്. ഇതിൻ്റെ ഉള്ളിലാണ് പെട്ടുകിടക്കുന്നത് അവിദ്യാകാമകർമ്മം, അവിദ്യാകാമകർമ്മം. സയൻസ് പോലെ ഒക്കെ പറഞ്ഞു വെച്ചു. അതിനെ മൃത്യു എന്ന് പറഞ്ഞു. ആ മൃത്യുവിൽ നിന്നും ഇയാൾ രക്ഷപ്പെടണമെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? ആത്മാവിനെ ആത്മാനം ജ്ഞാത്വാ നിചായ്യ അവഗമ്യ, അറിഞ്ഞ്, ആത്മാവിനെ അറിഞ്ഞിട്ട്. ആത്മാവ് എങ്ങനെയുള്ളതാണ്? അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം എന്നൊക്കെ പറഞ്ഞു. അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, ഇതൊക്കെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. ശബ്ദഗോചരമല്ലാത്തത്, സ്പർശിക്കാൻ കഴിയാത്തത്, നമുക്ക് ലൗകിക വിഷയങ്ങളൊക്കെ എന്താ? അത് ശബ്ദം ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ശബ്ദം കൊണ്ട് അത് വിളിച്ചാൽ വരും. സ്പർശം കൊണ്ട് അറിയാവുന്നതാണ്, രൂപം കൊണ്ട് കാണാവുന്നതാണ്, തീർന്നു പോണതാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാം തീർന്നു പോകും. വ്യയമുണ്ട്. അനാദി അനന്തം, എല്ലാത്തിനും ഒരു ആദിയുണ്ട്, ഒരു അന്തമുണ്ട്. അനാദി അനന്തം തഥാ അരസം, ലൗകിക രസങ്ങളല്ല, നിത്യം അഗന്ധവച്ഛയത് അനാദി അനന്തം മഹതഃ പരം ധ്രുവം, മഹത്തത്വത്തിനും അപ്പുറമുള്ളതായ നിത്യശാശ്വതമായ ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ മരണത്തിൻ്റെ പിടിയിൽ നിന്നും ഇവൻ രക്ഷപ്പെടുന്നു. എന്ന് വെച്ചാൽ മരണമുണ്ട് എന്നുള്ള ഭ്രമം ഇയാളുടെ ഉള്ളിൽ നിന്നും വിട്ടുപോകുന്നു. ഞാൻ മരിക്കാൻ പോകുന്നു, എനിക്ക് മരണമുണ്ട് എന്നുള്ള ഭ്രമം, ഞാൻ ജനിച്ചു, എനിക്ക് മരണമുണ്ട് എന്നുള്ള ഈ ദോഷം, ഈ അജ്ഞാനം, ഈ അവിദ്യ ഇവൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നു. ഞാൻ ശാശ്വതമായ സത്യമാണ്, ഞാൻ ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണ്, അഖണ്ഡമായ ബോധമാണെന്നുള്ള സാക്ഷാത്തായ അപരോക്ഷമായിട്ടുള്ള സത്യത്തിൻ്റെ അനുഭവം, അതിനെക്കുറിച്ചുള്ള അറിവ്, അതിൽ നിന്നും വരുന്ന ഒരു ധൈര്യം, ഒരു അഭയം ഇയാളിൽ ഉണ്ടാവുന്നു. ഇതാണ് ഇതിനെ പറഞ്ഞു നാചികേതമുപാഖ്യാനം മൃത്യുപ്രോക്തം സനാതനം ഉക്ത്വാശ്രുത്വാച മേധാവി ബ്രഹ്മലോകേ മഹീയത്തെ. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇവിടെ തന്നെ ബ്രഹ്മലോകത്തിലാണ് ഇരിക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് പോകണമെന്നൊന്നുമില്ല. അസ്മിൻ ബ്രഹ്മലോകേ മഹീയത്തെ, തസ്മിൻ ബ്രഹ്മലോകേ മഹീയത്തെ ആത്മഭൂത ഉപാസ്യോ ഭവതീത്യഭിപ്രായ. ബ്രഹ്മലോകത്തിൽ പ്രകാശിക്കണം. യൈമം പരമം ഗുഹ്യം ശ്രാവയേത് ബ്രഹ്മസംസതി പ്രേതശ്രാദ്ധകാലേവ തദാനന്ത്യായ കൽപ്പത്തെ, തദാനന്ത്യായ കൽപ്പത ഇതി. ശ്രാദ്ധകാലത്തിലൊക്കെ ബ്രാഹ്മണർ ഭോജനം ചെയ്യുമ്പോഴൊക്കെ ഈ ഉപനിഷത്തിനെ പാരായണം ചെയ്യുക പതിവാണ്. അതുപോലെ നല്ല ബ്രഹ്മസഭയിൽ മഹാത്മാക്കൾ ഇരിക്കുമ്പോഴൊക്കെ ഈ ഉപനിഷത്ത് പാരായണം ചെയ്യും. അതുപോലെ നല്ല സമ്പ്രദായമായി ഉള്ളവർ മരിക്കാൻ കിടക്കുമ്പോഴും ഈ കഠോപനിഷത്ത് പാരായണം വളരെ ശ്ലാഘനീയമായ വിഷയമാണ്. ഇത്രയും പറഞ്ഞു. അടുത്ത അധ്യായത്തിനെ തുടങ്ങി വയ്ക്കാം. ഇപ്പോഴാണ് ഈ വർഷത്തെ വിഷയത്തിലേക്ക് തന്നെ വരുന്നത് നമ്മൾ. പരാഞ്ചികാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. ഖം എന്ന് വെച്ചാൽ ആകാശം എന്നർത്ഥം.
ദ്വാരം, ഓട്ട എന്നർത്ഥം. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്കൊക്കെ ശ്രുതി പറഞ്ഞു കുറേ ഓട്ടകൾ മാത്രമാണെന്നാണ്. ദ്വാരങ്ങൾ മാത്രമാണ്. ഖാനി, ഖം ഖേ ഖാനി. ഈ ഇന്ദ്രിയങ്ങളാവുന്ന ഈ ഓട്ടകളൊക്കെ പുറമേക്ക് തുറന്നു വച്ചിരിക്കുകയാണ്. പരാങ് പശ്യതി. എന്ത് സൃഷ്ടിയാ ചെയ്തിരിക്കണത്? വ്യതൃണത് എന്ന് വെച്ചാൽ അത് എന്തിനു വേണ്ടിയാണോ നമ്മളിത് ചെയ്യേണ്ടത് അതല്ല നടക്കണത്. ഇപ്പോൾ ഭാഗവതം പറഞ്ഞു, ശ്രുതിഗീത ആരംഭത്തിൽ പറഞ്ഞു, മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനെ അകൽപ്പനായ ച. ഈ ഇന്ദ്രിയങ്ങൾ മനസ്സൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ മാത്രാർത്ഥം, വിഷയങ്ങളെ അളക്കാനാണ്. ഭവാർത്ഥം, സംസാരത്തിൽ ചുറ്റിത്തിരിയാനാണ്. ആത്മാവിനെ കൽപ്പന ചെയ്യാൻ അവർക്കൊന്നും ശക്തിയില്ല. ആത്മാവിനെ പല വസ്തുക്കളാക്കിയിട്ട് മാറ്റി കാണിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ നിശ്ചലമാവുമ്പോഴാണ് ആത്മാവ് പ്രകാശിക്കുന്നത്. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ. ഈശ്വരൻ സൃഷ്ടിയിൽ കുഴപ്പമുണ്ടാക്കിയെന്നാണ് ഉപനിഷത്ത് പറയണത്. ഒരു രസമായി പറയാണ്. ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖം വരുമ്പോൾ ആളുകൾക്ക് അങ്ങനെയൊക്കെ തോന്നും. ഈ ഷേക്സ്പിയറുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വരിയുണ്ട്. ഈ ജീവിതം എന്നുള്ള ഈ നാടകം, ഇറ്റ് വാസ് എ പ്ലേ റിട്ടൺ ബൈ എ ലുനാറ്റിക്. ഒരു ഭ്രാന്തൻ എഴുതിയ ഒരു കഥ. ടോൾഡ് ബൈ എ ഇഡിയറ്റ്, സിഗ്നിഫൈങ് നത്തിങ്. എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ഒരു മൂഢൻ പറഞ്ഞ ഒരു കഥ, ഒരു ഭ്രാന്തൻ എഴുതിയ കഥ എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ ജീവിതം അങ്ങനെ വ്യർത്ഥമായിട്ട് തോന്നുമ്പോൾ തോന്നും. സന്തോഷമായിട്ടിരിക്കുമ്പോൾ പറയാം, ആഹാ എത്ര നല്ല ഭുവനം, ഈശ്വരൻ എത്ര മനോഹരമായിട്ട് പടച്ചു വിട്ടു അല്ലേ. എന്താണ് ഒരു മലയാളം പാട്ടുണ്ടല്ലോ, ഭുവനങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ലോകം സൃഷ്ടിച്ചതിനെക്കുറിച്ചൊക്കെ അതൊക്കെ നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. ദുഃഖം വരുമ്പോൾ ഇതുപോലെ തോന്നും. വിവേകാനന്ദ സ്വാമികൾ നരേന്ദ്രനാഥായിട്ടിരിക്കുമ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞു നരേന്ദ്രൻ്റെ അടുത്ത്, ഈ ഈശ്വരൻ എത്ര നല്ല ഭുവനം സൃഷ്ടിച്ചിരിക്കുന്നു, ലോകമൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കുടുംബത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യുന്നു, ഞാൻ ഇതിനേക്കാളുമൊക്കെ നന്നായിട്ട് സൃഷ്ടിക്കും. അത്ര ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ. തലയ്ക്ക് സാമാന്യം വെളിവില്ലാത്ത ആളാണ് സൃഷ്ടിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞു. ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ. ഇന്ദ്രിയങ്ങളെയൊക്കെ പുറമേക്ക് തിരിച്ചു വെച്ച് സ്വയംഭൂവായിട്ടുള്ള ഈ ബ്രഹ്മാവ് അതിനെ ആത്മാവിനെ അറിയാനുള്ള ശക്തി ഇല്ലാതാക്കി പരതന്ത്രനാക്കി തീർത്തു. എന്നിട്ട് ഈശ്വരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉള്ളിൽ കയറിയിരിക്കുകയും ചെയ്തു. ഇയാളെക്കുറിച്ചുള്ള ഈ പിള്ളേർക്ക് കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് അമ്മ ഉറങ്ങാൻ പോണ പോലെയാണ്. കുട്ടിക്ക് വേണ്ടാത്ത കേടുവരുത്താനുള്ള സാധനം കയ്യിൽ കൊടുത്തിട്ട് അയാൾ നമ്മളെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്നാണ്. എന്നിട്ട് അമ്മ ഉറങ്ങാൻ പോണ പോലെ ഈശ്വരൻ എന്ത് ചെയ്തു, അകത്ത് കയറിയിരുന്നു. ഇയാളോ പരാങ് പശ്യതി, മൊബൈൽ പശ്യതി. പരാങ് പശ്യതി എന്ന അന്തരാത്മൻ, ആത്മാവിനെ കാണുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ചില ആളുകൾ കശ്യദ്ധീര, അവനെയാണ് ധീരൻ എന്ന് പറയണം. ആരോ ഒരു ധീരൻ പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷു അമൃതത്വമിച്ഛൻ.
ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ച് ഉള്ളിലേക്ക് തിരിച്ചു വിട്ടു എന്നാണ്. ഈ മന്ത്രത്തിനെ വെച്ചുകൊണ്ടാണ് നാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ ആദ്യത്തെ ശ്ലോകം എഴുതിയത്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതരെ വീണ് വണങ്ങി ഓതിടേണം. കണ്ണുകളൊക്കെ 5 ഉള്ളടക്കിയെന്ന്. അത് ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞു. ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് തിരിച്ച ആരോ ഒരു ധീരൻ ആത്മാവിനെ അറിഞ്ഞു. ആവൃത്ത ചക്ഷു അമൃതത്വമിച്ഛൻ. അതിന് ഒരു എനർജി വേണം. ആ എനർജി എവിടെ നിന്ന് കിട്ടി? അമൃതത്വമിച്ഛൻ, അമൃതത്വത്തിനെ ആശിച്ചുകൊണ്ട് ചെയ്തു. ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള സാരതമമായ വിഷയം. സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.